Hello, welcome back to your channel Valley of Beauty. പുരികം ഭംഗിയാക്കി വെക്കേണ്ടത് ഫേസിൻ്റെ ഭംഗിക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പുരികം നന്നായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമാണ്. പക്ഷേ ബാക്കി എന്തൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും പുരികം കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്തതിൻ്റെ ഇഫക്റ്റൊക്കെ പോവുകയുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ലുക്കിന് ഞാൻ യൂസ് ചെയ്യുന്നത് 2 ഐബ്രോ പെൻസിലാണ്. 2 മിസ് ക്ലെയർ എന്ന് പറഞ്ഞുള്ള ബ്രാൻഡിൻ്റെയാണ്. വാട്ടർ പ്രൂഫ് ഐബ്രോ പെൻസിലാണ്. ഓക്കെ, ഇതിൽ ഒന്ന് മീഡിയം ബ്രൗൺ ഷെയ്ഡും ഒന്ന് ബ്ലാക്കും ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബ്ലാക്ക് പെൻസിലാണ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ആദ്യം ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് ഈ പെൻസിലും ഈ ഒരു സൈഡിൽ സ്പൂളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഷാണ്. അത് നമുക്ക് നന്നായി കോംബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബ്രഷാണ്. അവിടെ ഇരിക്കട്ടെ, ഇത്രയും വേണ്ട, ഇത് മാറ്റിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മുടെ പുരികത്തിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് ഷേപ്പ് ചെയ്യാം. അതായത് ഏകദേശം ഒരു മിഡിൽ പോർഷൻ തൊട്ട് അങ്ങോട്ട് എടുക്കുക. എന്നിട്ടിങ്ങനെ താഴോട്ട് കൊണ്ടുവരാം. ഈ ഒരു സൈഡിലായിരിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ടിരിക്കേണ്ടത്, ഏറ്റവും ഡാർക്കായിട്ടിരിക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകും തോറും, ഈ അറ്റത്തേക്ക് പോകും തോറും ഡാർക്ക്നെസ് കൂട്ടി കൊണ്ടുവരാം. ഓവറായിട്ട് ചെയ്യണ്ട, കുറച്ച് മാത്രം ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് ഐബ്രോൻ്റെ താഴെയാണ്. ഈ താഴെ ഭാഗത്ത് കവർ ചെയ്യാം. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു ലൈൻ പോലെ കൊടുക്കുക. നമ്മുടെ ആ ഒരു ഐബ്രോയ്ക്ക് വേണ്ട ഒരു ഷേപ്പ് ഇവിടെ തന്നെ കൊണ്ടുവരിക. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ മുകൾ ഭാഗം നമ്മളതിനെ ടച്ച് ചെയ്യരുത് കേട്ടോ. ഇവിടെ വെറുതെ വിടുക. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇവിടെ കുറച്ച് കുറവുണ്ടല്ലേ. അപ്പോൾ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനിയാണ് നമുക്ക് ബ്രൗൺ പെൻസിലിൻ്റെ യൂസ് വരുന്നത്. ബ്രൗൺ പെൻസിൽ എടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ചെറുതായിട്ട് ഈ ബ്ലാക്കിൻ്റെ മേലെ കൂടെ ഒന്ന് ചെറുതായി കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് മാത്രം മേലേക്ക് ഒന്ന് ലൈൻ ചെയ്യാം. ചെറുതായിട്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഒന്നും ചെയ്യരുത്, ഇങ്ങോട്ട് മാത്രം. എന്നിട്ട് സ്പൂളി വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ ബ്രഷ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് ഹാർഷ് ലൈൻസ് പോലെയാണ്. ഇപ്പം നമ്മൾ വരച്ച് വയ്ക്കുമ്പോൾ വരച്ച പോലെ ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു ഫീലിംഗ് ഒഴിവാക്കാനാണ് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടിരിക്കും അത്. ഫ്രണ്ട് പോർഷനിൽ മേലോട്ട് ബ്രഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഒരു ഐബ്രോയിൽ ചെയ്യാൻ. ഇനി ഇതുപോലെ തന്നെ മറ്റേ ഐബ്രോയിലും ചെയ്യാം.
അപ്പോൾ നമ്മൾ 2 ഐബ്രോസും ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിൽ പറയാനുള്ളത് ഒരു പ്രധാന കാര്യം, നമുക്ക് തിക്ക് ഐബ്രോസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഓൾറെഡി നല്ല തിൻ ഐബ്രോസ് ആണ് എന്നിട്ട് നമ്മൾ തിക്ക് ആക്കുകയാണ്, ആർട്ടിഫിഷ്യലായിട്ട് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ബ്ലാക്ക് വെച്ച് ചെയ്യരുത്. എപ്പോഴും ബ്രൗൺ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വരച്ച് വെച്ച പോലെ തോന്നും. നമുക്ക് എപ്പോഴും നല്ലത് ഒരു മീഡിയം ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഒക്കെ യൂസ് ചെയ്യുകയാണ്. ബ്ലാക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ആയിരിക്കണം. ഇപ്പം എൻ്റെ അത്ര തിക്കൊന്നുമല്ല, എന്നാൽ അത്ര തിന്നുമല്ല, ഒരു ആവറേജ് ആയിട്ടുള്ള ഐബ്രോ ആണ്. അപ്പം ഞാൻ ഈ ഒരു സൈഡിൽ മാത്രം ബ്ലാക്ക് യൂസ് ചെയ്യും. ബ്ലാക്ക് വച്ചിട്ട് മാത്രം നമുക്ക് ചെയ്യാം, പക്ഷേ അത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ഐബ്രോസും വെച്ചിട്ട് ചെയ്യാൻ, അതാണ് എളുപ്പം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുങ്ങാൻ പറ്റും. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത്. ഞാൻ സംസാരിച്ചുകൊണ്ട് ഈ വീഡിയോ എടുത്ത് ഇത് ചെയ്യുകയല്ലേ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു 2 മിനിറ്റിൽ സുഖമായിട്ട് കഴിയാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ.